കൂട്ടുകാരെ 6:20 എല്ലാവരും റെഡിയായി മുറ്റമൊക്കെ വൃത്തിയാക്കി ഫോളിനാവണം കേട്ടോ. നമ്മുടെ ഇൻസ്ട്രക്ടർ സുരേഷ് സാറ് വന്ന് നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കും. എല്ലാ ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുശേഷം നേരെ ട്രെയിനിങ് സെന്ററിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫോളിനാവും. എന്നിട്ട് നമ്മൾ വാംപ്പ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. ഇവിടുത്തെ ട്രെയിനിങ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ്. കടലാസ് പൂവ് പോകുന്ന വഴിയിൽ ഈ മരം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറേ വർഷം പഴക്കമുള്ള മരമാണെന്ന് തോന്നുന്നു കാണുമ്പോൾ. പതിയെ ഞങ്ങൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഫോർട്ട് കൊച്ചിയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബിഗ് ബിയിൽ മമ്മൂട്ടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഈ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിന്റെ കളറും അതിനനുസരിച്ചാണ്. പ്രശസ്തമായ ഓൾഡ് ഹാർബർ ഹോട്ടൽ. വൈകുന്നേരങ്ങളിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. ഏകദേശം 2 കിലോമീറ്ററോളം ഓടി ഞങ്ങൾ അങ്ങനെ റണ്ണിങ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് സ്വിമ്മിങ്ങിന്റെ സ്കില്ലുകൾ ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. പിന്നെ അതിനുശേഷം വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ച് പദം വരുത്തി പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കുടിക്കാനുള്ള ഗ്യാപ്പ്. പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇനങ്ങളായ ഫിന്നും ഹാഫ് ഫേസ് മാസ്കും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഷവറിലൊന്ന് നിന്ന് എന്നിട്ട് ഒറ്റ ചാട്ടം പൂളിലേക്ക്. പിന്നെ പൂളിൽ ഓരോ സ്കില്ലുകൾ ചെയ്ത് ഏകദേശം 1 മണിക്കൂറോളം അവിടെ പൂളിൽ ചെലവിട്ടു കേട്ടോ. ഭയങ്കര ഹാർഡാണ്, വിചാരിച്ച പോലെയല്ല. പൂളിൽ നിന്ന് കയറുമ്പോൾ സമയം 8:45. പിന്നെ നേരെ മെസ്സിലോട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മെസ്സ്. കുറച്ച് പേര് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ചായ, പുട്ട്, പഴം, പയറുകറി ഇതും കഴിച്ച് പിന്നെ ചാമ്പങ്ങ വലിച്ച് അതും കൂടി തിന്നപ്പോൾ സംഗതി ഉഷാറ്. അടുത്ത സെക്ഷൻ ക്ലീനിങ് ആണ്. പിന്നെ പുല്ല് പറിക്കല്, അതേപോലെ ടാങ്ക് ക്ലീനിങ്, കത്തിക്കല്, അതൊക്കെയാണ് കേട്ടോ പണി. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഏകദേശം 1:30 വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കൊച്ചി ടു എറണാകുളം പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അടിപൊളി മഴ, കിടുക്കാച്ചി മഴ. തിരൂര് കഴിഞ്ഞപ്പോൾ തന്നെ മഴയെല്ലാം പോയി, മഴക്കാറ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുതിരാനും പിന്നിട്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ പിള്ളേരെല്ലാം ഹാപ്പി.